ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, അവരിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വന്നു. അപ്പോൾ പുതിയ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം, എന്തൊക്കെ വന്നു എന്ന് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. മിഷൻസിലേക്ക് പോയി നോക്കാം ഫസ്റ്റ്. എന്തെങ്കിലും പുതിയ ഒബ്ജക്റ്റീവും വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം എന്തായാലും. ഓക്കെ, മിഷൻസിൽ പുതിയൊരു ഒബ്ജക്റ്റീവ് ആഡായിട്ടുണ്ട്. ഓപ്പൺ റൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് ഗീസ്. പക്ഷേ ഇതിനകത്ത് കോയിനും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കുറേ GPയും ബൂസ്റ്ററും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഗീസ്. അപ്പോൾ ഇല്ല, കോയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് മിക്കവാറും നമുക്ക് ആ ഒരു ഷോർട്ട് ടൈമിന് എടുക്കാൻ പറ്റുമായിരിക്കും ഗീസ്. അതെ, മിക്കവാറും എന്നല്ല, നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു കോൺട്രാക്റ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അത് വെച്ച് എന്തായാലും ഒരു ഷോർട്ട് ടൈമിന് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. പിന്നെ നോക്കുവാണെങ്കിൽ പുതിയൊരു മാനേജറിൻ്റെ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു മാനേജറാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. മാനേജർ ഗൈസ്, ക്വിക്ക് കൗണ്ടറും ലോങ് ബോൾ കൗണ്ടറും ഗൈസ് ഈ മാനേജറിനുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് മെയിനായിട്ടും കുറേ പ്ലേയേഴ്സൊക്കെ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടവരൊക്കെ എടുക്കുക ഗൈസ്, കോയിനുള്ളവരൊക്കെ എന്തായാലും എടുക്കുക. അപ്പോൾ ഞാൻ കോയിൻ സേവ് ചെയ്യാണ് ഗൈസ്. ഏതിലും നല്ല ഏതിലും ബാക്ക് വരുവാണെങ്കിൽ സ്പിൻ എടുക്കാമെന്ന് വെച്ച് ഞാൻ കോയിൻ സേവ് ചെയ്യാണ്. പിന്നെ നമ്മുടെ നാഷണൽ ഗാർഡിയൻസിൻ്റെ ബാക്കാണ് ഗൈസ് വന്നേക്കുന്നത്. അതിനകത്ത് റോഡിഗർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അറാഹോ ഉണ്ട്, പിന്നെ മാക്കാലിസ്റ്റർ ഉണ്ട് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പാക്കാണ്. പിന്നെ നമ്മുടെ തുർക്കിയുടെ ഒരു പാക്ക് വന്നിട്ടുണ്ട്, 3 കിടിലൻ പ്ലേയേഴ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ പിന്നെ ജപ്പാൻ്റെ പാക്കാണ് ഗൈസ് വന്നെടുക്കുന്നത്. ജപ്പാൻ്റെ പാക്ക് വന്നെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദീക്ക് നല്ലൊരു പ്ലെയർ ഓഫ് ദീക്ക് തന്നെയാണ് ഈ വന്നേക്കുന്നത്. നമ്മുടെ യമാലുണ്ട്, അതുപോലെ തന്നെ ഡേവിസ്, ഡോണാറുമ്മ, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്ലെയർ ഓഫ് ദീക്ക് തന്നെയാണ് ഈ വന്നേക്കുന്നത്. കുഴപ്പമില്ല, നല്ല കിടിലും പ്ലേയേഴ്സൊക്കെ ഉണ്ട്. കുഴപ്പമില്ല ഗൈസ്, നല്ല പ്ലെയർ ഓഫ് ദീക്ക് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അൽഫോൺസോ ഡേവിസ് 99 ഒരു 100 കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൽഫോൺസോ ഡേവിസിനൊന്നും എനിക്ക് വേണമെന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്തേക്ക് കിടക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു പ്ലെയർ ഓഫ് ദി തന്നെയാണ് ഈ വീക്കിൽ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ നോർമൽ പ്ലെയർ ഓഫ് ദി ആണ് ഗൈസ്. അതിനകത്ത് നമ്മുടെ റിയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടെബ്യൂട്ട് കോർട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെങ്ങായിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിർഫോങ് വന്നിട്ടുണ്ട്, പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ നമ്മുടെ ഫെറാൻ ടോറസ്. അങ്ങനെ അത്യാവശ്യം ഈ പ്ലെയർ ഓഫ് ദീക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ഓഫ് ദീക്ക് തന്നെയാണ്. പിന്നെ ഗൈസ് ഈ പാക്കാണ് ഞാൻ പറഞ്ഞത്. ഈ പാക്കിനകത്ത് നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് ടൈമിന് എടുക്കാം ഗൈസ്. ഇന്ന് എന്തായാലും എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ മറ്റേ നോമിനേറ്റിംഗ് പാക്കാണ് ഗൈസ്. നോമിനേറ്റിംഗ് പാക്കിനകത്ത് അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. മോൺട്രിച്ച് ഉണ്ട്, കോക്കെ ഉണ്ട് ഗൈസ്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്ലേസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ആരും എടുക്കണമെന്ന് കൺഫ്യൂഷനാണ് ഗൈസ്. കാരണം മോൺട്രിച്ചിൻ്റെ കാർഡൊക്കെ ഓൾറെഡി ഉണ്ട് ഗൈസ്. മോൺട്രിച്ചിൻ്റെ കാർഡൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കിയിട്ടൊക്കെ എടുക്കാം എന്തായാലും. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ വേറെ എന്തിട്ടാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ. മോൺട്രിച്ച് ഓർക്കസ്ട്രേറ്റർ തന്നെയാണ്, വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ നോമിനേഷൻ ബാക്ക് വന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യം വന്നതിൻ്റെ അത്ര ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെയാണ് ഈ പാക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ മാച്ചാണ്, ഫ്രീ സ്പിൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഇവൻറ്റ് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും. പിന്നെ സ്പാനിഷ് ക്ലബ്ബിൽ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ പ്ലെയർ ഓഫ് ദീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ കോയിൻ ഇവൻറ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, 50 പോയിൻ്റ് ഇവൻറ്റ് തന്നെയാണ്. സ്പാനിഷ് ലീഗ് ക്ലബിൻ്റെ കയറി ഈ ഇവൻറ്റ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് മാച്ചിൻ്റെ കാര്യത്തിലും പാക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാനെന്തായാലും മാച്ചൊക്കെ കളിച്ചിട്ട് വരാം. മാച്ചൊക്കെ കളിച്ച് നമ്മൾ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കറക്കി നോക്കാം. ടാർഗറ്റ് അടിക്കില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും നമുക്ക് സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്.
900 കോയിനൊക്കെ ഉണ്ട്. കോയിൻ ഞാൻ സേവിങ് ആണ് ഗൈസ്, പീറ്റർ ചെക്കിന് വേണ്ടിയാണ് സേവ് ചെയ്യുന്നത്. ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഒറ്റ ടാർഗറ്റുള്ളൂ, അത് ഈ ഗോൾ കീപ്പറാണ്. ടെബിറ്റ് കോട്ടുകയാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ചങ്ങായിനെ കിട്ടിക്കഴിഞ്ഞാൽ കിടിലായിരുന്നു. ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. പിന്നെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത് ഫെറാൻ ടോറസാണ്, ഹോൾ പ്ലെയർ കാർഡാണ്. ഫെറാൻ ടോറസിൻ്റെ ഒരു കാർഡ് പോലും എൻ്റെ കയ്യിൽ ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ് ആ ഗോൾ കീപ്പറാണ്. ടിബിറ്റ് കോട്ടുകയാണ് ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്, നമുക്ക് കിട്ടുമല്ലോ എന്നറിയില്ല. എന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. ഹെർ വി ഗോ. കൊനാമി പ്ലീസ്. കഴിഞ്ഞ പ്രാവശ്യം 100 കോയിൻ തന്നിട്ടാണ് എൻ്റെ ടാർഗറ്റിനെ എനിക്ക് തന്നത്. ഈ പ്രാവശ്യം എന്നെ തേക്കരുത്, ഫ്രീ സ്പിന്നിൽ തന്നെ എനിക്ക് തരണം. കൊനാമി പ്ലീസ്. നോക്കട്ടെ ഗൈസ്, നോക്കാം. ഗോൾ കീപ്പറാണോ ഗൈസ്? അവിടെ ഒരു മഞ്ഞ ജേഴ്സി തന്നെയാണ്. ഇംഗ്ലീഷ് ലീഗടാ, ചുവന്ന ജേഴ്സി ആയിരുന്നാ ഗൈസ്, 31 നമ്പർ. അപ്പോൾ ഈ പാക്കും മൂഞ്ചി ഗൈസ്. ഫ്രീ സ്പിന്നിലും എനിക്ക് ടാർഗറ്റ് ഇല്ല എന്നാണ് കൊനാമി പറയുന്നത്. അപ്പോൾ അതങ്ങനെ തീർന്നിട്ടുണ്ട്. എനിക്ക് ഗോൾ കീപ്പറിനെയും കിട്ടിയില്ല, ഫെറാൻ ടോറസിനെയും കിട്ടിയില്ല ഗൈസ്. ഇത് ഏറ്റവും അടി കിടക്കുന്ന പ്ലെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, ഏറ്റവും അടി കിടക്കുന്ന പ്ലെയറിനാണ് എനിക്ക് അവന്മാർ തന്നത്. വൈ കൊനാമി വൈ ഗൈസ്? നമുക്കിനി എന്തായാലും അടുത്ത ഫ്രീ സ്പിൻ എടുക്കാം. ഇതിനകത്ത് എൻ്റെ ടാർഗറ്റ് അത്യാവശ്യം ഉണ്ട്. ഇതിനകത്ത് ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരു ടാർഗറ്റ്, മെയിൻ ടാർഗറ്റ് യമാലാണ് ഗൈസ്. യമാലിൻ്റെ ഒരു നല്ല കാർഡ് എൻ്റെ ഇല്ല. ഒരു ടാർഗറ്റ് യമാലാണ്. യമാലിനെ കിട്ടണമെന്നുണ്ട്. പിന്നെ തൂറാമിനെ കിട്ടിയാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നോക്കാം. സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. ഫ്രീ സ്പിന്നാണ്. ഹെർ വി ഗോ. അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റൊക്കെ അടിച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. യമാലിനെ വേണം കൊനാമി, ഇതിനകത്ത് തന്നെ തേക്കരുത് പ്ലീസ്. നോക്കാം എന്തായാലും. ഹെർ വി ഗോ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ സ്പിൻ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. യെസ് ഗൈസ്, ഫ്രീ സ്പിൻ എടുത്തിട്ടുണ്ട്. ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട്. എല്ലാം കിട്ടുമെന്ന് നോക്കാം എന്തായാലും. ആരാ നോക്കാം എന്തായാലും. എടാ ഇത് എന്ത് കഷ്ടമാണത് ഗൈസ്. 30 നമ്പറോ? ഇത് ആരാണിത് ഗൈസ്? ഒട്ടമെൻ്റിയാണ്. എനിക്ക് വേണ്ട. എന്തിനാണ് കുറേ സെൻറ്റർ പാക്കിന് തന്നിട്ട്. അപ്പോൾ ഗൈസ് ഈ പാക്ക് അവന്മാരെന്നെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല കൊനാമി. എന്ത് തേപ്പാണ് ഗൈസ്. എപ്പിക്കോ നമുക്ക് അടിക്കുന്നില്ല. ഇതിനകത്തെങ്കിലും ഒരു ഭാഗ്യം അവന്മാർക്ക് തന്നൂടെ? എന്തിനാണ് ചുമ്മാ ഗൈസ്. ഞാൻ എൻ്റെ 100 കോയിൻ എന്തായാലും കളയാൻ പോവാണ് ഗൈസ്. 900 കോയിനുണ്ട്. ഞാൻ ഒത്തിരി ഒന്നും കളയുന്നില്ല, ഒരു 100 കോയിൻ മാത്രമേ ഞാൻ കറക്കുന്നുള്ളൂ. ഇതിനകത്ത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും നോക്കാം. ഇത് ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നുമില്ല, പുറമെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ടെന്നുള്ളൂ. നോക്കാം എന്തായാലും. ആരാ നോക്കട്ടെ. യമാൽ അല്ല ഗൈസ്, ഇറ്റാലിയൻ ലീഗാണ് ഗൈസ്. നമ്പർ 9 തൂറാമാണ്. കുഴപ്പമില്ല. എന്തായാലും അടി കിടക്കുന്ന പ്ലെയറൊന്നും കിട്ടിയില്ലല്ലോ. ബൂസ്റ്റർ കാർഡാണ്. 101 കയറുമെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല ഗൈസ്, യമാലിനെ കിട്ടിയില്ല. താങ്ക് യു കൊനാമി, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് കഷ്ടമാണ് ഗൈസ്. നമുക്കിനി എന്തായാലും ഗൈസ് ഇതിനകത്തുനിന്ന് ഞാൻ എന്തായാലും പ്ലെയർ എടുക്കുവാണ് ഗൈസ്. എനിക്കിനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. ഞാൻ ഇതിനകത്തുനിന്ന് എന്തായാലും ബാസ്റ്റോണിനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെ എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ബാസ്റ്റോണിന് എടുത്തിട്ടുണ്ട് ഗൈസ്. ബിൽഡപ്പ് കാർഡാണ്, സെൻറ്റർ ബാക്കാണ്. നല്ലൊരു കാർഡാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കളിപ്പിച്ചൊക്കെ നോക്കണം. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.